നാട്ടിൽ കണ്ണൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ എണീറ്റിട്ട് വാതിൽ തുറന്നിട്ട് പല്ലേക്കാനൊന്നും കഴിയുന്നില്ല, അത്രയും തണുപ്പായിരുന്നു. അങ്ങനെ തണുപ്പിൽ തന്നെ തുടങ്ങി ഷാളെല്ലാം പുതച്ച് മൂടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നുണ്ടായിനി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചൂട് ചായ ഉണ്ടാക്കി കുടിച്ചാൽ കുറച്ച് തണുപ്പ് കുറയുന്നു. അങ്ങനെ ചായ ആക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയിട്ട് ജനലൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്. കുറച്ച് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഡിസംബറെല്ലാം ആകുമ്പോൾ വെളിച്ചെണ്ണെല്ലാം കട്ട കിട്ടും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെയല്ല. നിങ്ങളെ നാട്ടിൽ തണുപ്പുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ചായ ആക്കിയിട്ട് ചായ കുടിച്ചുകൊണ്ട് കുറച്ച് നേരം പണിയെടുത്തു. ഒരു 7:30 എല്ലാം കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് സമയമായപ്പോഴത്തേക്കും ഞാൻ എണീക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ടും തണുപ്പൊന്നും പോകുന്നുണ്ടായിട്ടില്ല. അങ്ങനെ എണീറ്റ് പുറത്തെല്ലാം നടന്ന് നോക്കി. ഭാവി എണീറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മളെ വീട് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ മഞ്ഞ് ഫുള്ളായിട്ട് മൂടിക്കെട്ടിയതായിട്ട് കാണുന്നുണ്ടായിന്. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു, പിള്ളേർക്കും കൊടുത്തു. ദോശയും മീൻകറി ഉണ്ടായിന്, പിന്നെ ചമ്മന്തിയും. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് വെയിലെല്ലാം കൊണ്ടു. പിന്നെ ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പഴംപൊരി ആക്കിയിട്ടുണ്ടായിന് അമ്മ. അതും കഴിച്ച് പണിയെടുത്ത് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ചോറും മീൻകറി മീൻ പൊരിച്ചതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ചെയ്യണം.